ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ആലിയ. യഥാർത്ഥ പേരല്ല. എനിക്ക് 24 വയസ്സായി. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷവും. എൻ്റെ ഹസ്ബൻഡ് എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുകയാണ്. കോഴിക്കോട് ഭാഗത്താണ് ബിസിനസ്. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. ഹസ്ബൻഡ് വീട്ടിൽ ഹസ്ബൻഡ് ഉമ്മ, ഉപ്പ, പിന്നെ അനിയൻ എന്നിവരാണുള്ളത്. ഹസ്ബൻഡിന് മൂത്തൊരുക്കയുണ്ട്. ഇക്ക ഗൾഫിൽ സെറ്റിൽഡാണ്. അവരുടെ ഫാമിലിയെല്ലാം അവിടെയാണ് മാഡം. അവർ 2 വർഷം കൂടിയിരിക്കുമ്പോൾ നാട്ടിൽ വന്നാലായി വന്നില്ലെങ്കിലായി. എങ്കിലും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി എല്ലാവർ അയച്ചു കൊടുക്കാറുണ്ട്. മാസം മാസം പണവും മറ്റു സാധനങ്ങളും ഇഷ്ടം പോലെ വരും. എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അനിയനോ ഒന്നും അങ്ങനെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒന്നും കൊടുക്കാറില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും അത്ര വലിയ ഒരു ബന്ധമൊന്നും എല്ലാവരും തമ്മിലില്ല. സാമ്പത്തികമായിട്ടും ഞങ്ങൾ ഇത്തിരി പുറകോട്ടാണ്. പക്ഷേ എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇവനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചതെന്ന് എപ്പോഴും അമ്മായിമ്മ പറയും. എടി, അവന് നല്ലൊരു പെണ്ണെ തന്നെ വേണം. സമ്പത്തൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. സമ്പത്തൊക്കെ ഓൾറെഡി ഞങ്ങൾക്കുണ്ട്. പക്ഷെ സുന്ദരിയായിരിക്കണം. അവൻ നല്ലൊരു സുന്ദരനല്ലേ? അവൻ്റെ കൂടെ നടക്കുമ്പോൾ അയ്യേ എന്ന് പറയുന്ന ഒരു ഭാര്യ അതിനി പറ്റില്ല. നിനക്കറിയാമോ, എൻ്റെ മൂത്ത മകൻ്റെ ഭാര്യ അവൻ്റെ സൗന്ദര്യമായിട്ട് അങ്ങോട്ട് മാച്ചില്ലടി. അവർ രണ്ടും കൂടെ പോകുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും സുന്ദരനായ ഒരു ചെക്കനെ മുതൽ നോക്കി സൗന്ദര്യമില്ലാത്തൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന കണ്ടാൽ ഒരു ചേലുമില്ലല്ലോ എന്ന്. എന്തായാലും അങ്ങനെ വരരുത് എന്ന് വിചാരിച്ചാണ് നിന്നെ ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ അവൻ കാണാൻ പോയ പെണ്ണുങ്ങളിൽ ഏറ്റവും സുന്ദരി നീ തന്നെയായിരുന്നു എന്ന് അമ്മായിമ്മ പറയും. അമ്മായിമ്മയ്ക്ക് എന്തോ സൗന്ദര്യത്തോട് ഇത്തിരി ആർത്തി കൂടുതലാണ്. അതുകൊണ്ട് എന്നോട് ഭയങ്കര കാര്യമാണ്. മൂത്ത മരുമകളും മകനും എല്ലാം അയച്ചു കൊടുക്കെങ്കിലും മൂത്ത മരുമകളോടൊന്നും ഒരിക്കലും ഉമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. വിളിച്ചാൽ 1-2 വാക്കിൽ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മളോട് ചുണ്ടൊക്കെ ഇങ്ങനെ കൂട്ടിക്കാണിക്കും. അവളുടെ പത്രാസ് കണ്ടില്ലേ എന്ന് പറഞ്ഞ് എന്തോ അവർ തമ്മിൽ ചേരില്ല. എല്ലാം പിന്നെ അഡ്ജസ്റ്റ്മെൻ്റായിട്ട് മുന്നോട്ട് പോകുന്നു. ഹസ്ബൻഡ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇക്ക വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം രാത്രി 10 മണിയാകുമ്പോഴേ കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും ഇല്ലേ 9 മണിയാവുന്നതിന് മുമ്പേ കഴിച്ച് അവരവരുടെ റൂമിൽ സ്ഥാനം പിടിക്കും. അങ്ങനെയാണ്. അനിയനാണെങ്കിലും അങ്ങനെ, അമ്മായിമ്മയും അമ്മായച്ചനുമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്കാണെങ്കിൽ ആ സമയത്തൊന്നും ഉറക്കം വരില്ല മാഡം. ഭയങ്കര ബോറാണ്. ഞാൻ വീട്ടിലൊക്കെ 12 മണിയാകുമ്പോഴാണ് കിടക്കാറുള്ളത്. ഞങ്ങളെല്ലാം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ സിനിമ കാണും. ഇവിടെ അങ്ങനെയില്ല. TV കാണുന്നതൊക്കെ വളരെ കുറവാണ്. ഹസ്ബൻഡ് വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് TVയോ മറ്റോ കാണുക. മാഡം, കല്യാണം കഴിഞ്ഞ് ഏകദേശം 4ാമത്തെ മാസമാണെന്ന് തോന്നുന്നു. ഹസ്ബൻഡ് അവിടെ ഇല്ല. 10 മണിയാകുമ്പോൾ എനിക്കാണെങ്കിൽ അസാധാരണമായ വയറ്റ് വേദന. സാധാരണ ഡേറ്റ് വരുമ്പോൾ എനിക്കങ്ങനെ ഉണ്ടാകാറുള്ളതല്ല കേട്ടോ. പക്ഷേ ഈ വേദന മാറുന്നില്ല. എനിക്ക് മനസ്സിലായി നാളെ മറ്റോ അത് സംഭവിക്കും. ചെറിയ വേദനയൊക്കെ മിക്കപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത്രയും വലിയ വേദന വന്നിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? എൻ്റെ ണെങ്കിൽ ഒരു ഗുളിക പോലുമില്ല. അമ്മായിമ്മ പോയി കിടക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇത്തിരി ചൂടുവെള്ളം അത് വല്ലതും വെച്ച് എന്തെങ്കിലും ചെയ്ത് നോക്കാം എന്നോർത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് അവിടെ ഒരു ഹോട്ട് ബാഗ് ഇരിക്കുന്നത് കണ്ടു. അതിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്തൊഴിച്ച് വയറിലൊന്ന് ചൂട് പിടിക്കാം. എന്നിട്ട് ഇപ്പോഴെങ്ങും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഗുളിക ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അമ്മായിമ്മയോട് ചോദിച്ചാൽ ഗുളിക കാണുമോ? അവരുടെ റൂമിലെങ്ങും പോകണ്ട, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ചൂടുവെള്ളം എടുത്ത് ഹോട്ട് ബാഗിൽ ഒഴിച്ചു. എന്നിട്ട് അവിടുത്തെ സ്വീകരണമുറിയിൽ വന്നിരുന്നു. TV ചെറിയ ശബ്ദത്തിൽ ഓൺ ചെയ്തിട്ട് ഞാൻ അവിടുത്തെ സെറ്റിലിരുന്ന് വയറ്റിൽ ചൂട് വെക്കുകയാണ് മാഡം. ആ സമയത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴില്ലേ അമ്മായിമ്മയുടെ മുറി തുറക്കുന്നത് കണ്ടു. അത് ഈ സ്വീകരണമുറിയിലേക്കാണ് വരുന്നത്. പക്ഷേ അമ്മായിച്ചനകത്ത് നോക്കി എന്തോ പറയുന്നു. അപ്പം അമ്മായിമ്മ ഇറങ്ങിപ്പോ, വേറെവിടെങ്കിലും പോയി കിടക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വരില്ലെന്ന്. അപ്പോഴേക്കും അമ്മായിച്ചൻ നിനക്കെന്താടി ഏതാണ്ട് ചോദിച്ച് ഒരു തെറിവാക്ക് പറഞ്ഞു മാഡം. പെട്ടെന്ന് അമ്മാച്ചൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും TV കണ്ടു. അപ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് പുള്ളിക്കാരൻ മുറി വലിച്ചടച്ചിട്ടിട്ട് ഇറങ്ങി സിറ്റ് ഔട്ടിലേക്ക് അങ്ങ് പോയി കേട്ടോ. സിറ്റ് ഔട്ടിൻ്റെ അവിടുത്തെ വാതിലും വലിച്ചടച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു. എന്തായാലും മുട്ടനൊരു തെറിയാണ് അമ്മായിമ്മോട് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടി ഉപ്പ നടവാതിലേക്ക് ചെന്നാണ്. പക്ഷേ നടവാതിലുമ്മ കൊട്ടിയടച്ചു.
അതിൻ്റെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്. ഉമ്മയുടെ ആട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, പകൽ സമയത്തൊക്കെ പിള്ളേരെ ഉപ്പ വന്നോ, ഉപ്പ അങ്ങനെയാണ്, ഉപ്പ ആടലോടകമാണ്, ആടിൻ്റെ വാലാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പാണ്. ഉപ്പയെന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ദൈവത്തിന് തുല്യമാണ്, ആരും ഒന്നും പറയരുത് എന്നുള്ള രീതിയിലാണ് ഉമ്മയുടെ ആ ഒരു ബിൽഡപ്പ്. പക്ഷേ ആട്ടിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആട്ട് കേട്ട ഉപ്പ തെറിയും വിളിച്ച് അങ്ങാടിയിൽ പോയി വീണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധം പുറത്ത് കാണുന്ന പോലെയല്ല. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ആർക്കും അറിയില്ല. അവർ മുറിക്കകത്ത് ഒരു രീതിയിലും പുറത്ത് പെരുമാറുമ്പോൾ വേറെ രീതിയിലുമായിരിക്കും. പിന്നെ അത്രയും വലിയ ബന്ധം ഞാനും ഇക്കയും തമ്മിൽ ആയിട്ടില്ല. കാര്യം ഇക്കയെ ഞാനൊന്നും പറയാറില്ല. ഇക്കയ്ക്കാണെങ്കിൽ ആവേശം മാത്രമേ ഉള്ളൂ. ആ ആവേശത്തിന് ഞാനൊരു പൊൻകതിരായി കൊയ്യാൻ പാകമായി നിൽക്കും, അത്രയേ ഉള്ളൂ. എല്ലാം രസകരം. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇവരെ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കേണ്ടി വരുമായിരിക്കാം എന്ന് ഞാൻ ആലോചിച്ചു. പെട്ടെന്ന് ഉപ്പ അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ മോളെ നീ ഇവിടെ ഇരിക്കുന്നത്? നീ ഇങ്ങനെ ഇരുന്ന് ടി വി കാണുന്ന പതിവില്ലല്ലോ, നേരത്തെ എല്ലാവരും കിടക്കുന്നല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുപ്പ, എനിക്ക് അടിവയറ്റിൽ ഭയങ്കര വേദന, ഞാൻ ദേ ഹോട്ട് ബാഗ് എടുത്ത് ഇത്തിരി ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, പതിവായിട്ട് ചെറിയ വേദന വരുന്നതാണ്, ഇപ്പോൾ ഇത്തിരി വേദന കൂടുതലാണെന്ന് പറഞ്ഞു. ഉപ്പ പെട്ടെന്ന് പോയി അവരുടെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു. അപ്പോൾ ഉമ്മ ഇനി വന്നോ പിന്നെ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഉപ്പ എന്തെങ്കിലും കണ്ണ് കാണിച്ചു കാണും. പെട്ടെന്ന് ഉമ്മ നിശബ്ദയായി. അവരുടെ വാതിൽ അടഞ്ഞു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ ഓടി വന്നു. എന്താ മോളെ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഉമ്മ ഡേറ്റ് എടുത്തു, എനിക്ക് അടിവേറ്റ് നല്ല വേദനയുണ്ട്. ചെറിയൊരു വേദന എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്, പക്ഷേ ഈ പ്രാവശ്യം വളരെ വേദനയാണ്, അതുകൊണ്ട് ഞാൻ ചൂട് പിടിച്ചോണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഉമ്മ വന്ന് എൻ്റെ അടുത്തിരുന്നിട്ട്, നിനക്ക് എന്നോട് പറയരുതോ, ഇവിടെ ഗുളികളൊക്കെ ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ വേദനയ്ക്കുള്ളത്, അതിലൊരെണ്ണം എടുത്ത് കഴിച്ചാൽ പോരെ, ഇത്ര സഹിക്കേണ്ട കാര്യമുണ്ടോ? എടീ, ഞാൻ ഒരു നേഴ്സാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? നേഴ്സിംഗ് ഞാൻ പഠിപ്പിച്ചതാണ്, ഈ മനുഷ്യനെ വിടാത്തതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പോയി ഗുളിക എടുത്തുകൊണ്ട് തന്നു, പിന്നെ വെള്ളവും. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ എൻ്റെ കൂടെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പല കാര്യങ്ങളും പറഞ്ഞ് ടി വി കണ്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിനക്കിപ്പോൾ വേദന കുറഞ്ഞില്ലേടി, നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, കുറഞ്ഞു. എങ്കിൽ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മ പോകുന്ന തേജ് വെച്ചു, എന്താ ഉമ്മ നിങ്ങൾ തമ്മിലൊരു ബഹളം വന്നു? അപ്പോൾ പറഞ്ഞു, ഓ ഒന്നുമില്ല, അതൊക്കെ ഇങ്ങനെ വൈകിട്ടുണ്ടാകുന്ന ഒരു കലഹമാണ്, അങ്ങനെ ഓരോന്ന് പറയും. ഞാൻ തിരിച്ച് മറുപടി പറയും. എടീ, എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാരെ സഹിക്കാൻ ഇത്തിരി പാടാണ്, അതേപോലെ തന്നെയാണ് ഭർത്താക്കന്മാരെ ഭാര്യമാരെ സഹിക്കുന്നതും. എല്ലാം ഇത്തിരി പ്രശ്നമാണ്, പിന്നെ തട്ടിയും മുട്ടി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളിപ്പം കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ, ആദ്യം നല്ല രസമായിരിക്കും, പോകെ പോകെ രസം കുറഞ്ഞു വരും മോളെ. എൻ്റെ മോനാണെങ്കിലും ആണുങ്ങളെല്ലാം ആണുങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മ മുറിയിലേക്ക് അങ്ങ് പോയി. ഉമ്മ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ടല്ലോ എന്നോർത്തു. രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പയെ കണ്ടപ്പോൾ ഉപ്പ ആദ്യം ചോദിച്ചത്, മോളെ എടീ നിൻ്റെ വയറുവേദന കുറഞ്ഞോന്ന്. ഞാൻ പറഞ്ഞു, കുറഞ്ഞുപ്പ, രാത്രി ഉമ്മ വന്ന് ഗുളിക തന്നായിരുന്നല്ലോ. ശരി ശരി എന്ന് പറഞ്ഞു. രാവിലെ ഒരു 6 മണിയായപ്പോഴേക്കും എനിക്ക് ഡേറ്റ് ആയിരുന്നു. ഉമ്മയോട് ഞാൻ അത് പറയുകയും ചെയ്തു. ഉമ്മയപ്പം ഉപ്പയോട് പറഞ്ഞു, നിങ്ങളെന്താണ് അവളോട് കുത്തി കുത്തി ചോദിക്കുന്നത്? പെണ്ണുങ്ങൾക്ക് മാസം അങ്ങനെ വേദനയൊക്കെ വരും, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ എൻ്റെ കൂടെ കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉപ്പ പറഞ്ഞു, ഞാൻ ചോദിച്ചു എൻ്റെ മരുമോളോട്, നിനക്കതിനെന്താണ്, അവളതിന് ഉത്തരം പറഞ്ഞോളും, നീ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ മുന്നേ വെച്ച് 2 പേരും കൂടെ കടിപിടി കൂടുന്നത് ആദ്യമായിട്ടാണ്. ഇടയ്ക്കുപ്പ പെട്ടെന്ന് എന്നെ കണ്ണിറക്കി കാണിച്ചു, ചുമ്മാതാണെന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും അനിയൻ വന്ന് കഴിക്കാനിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസം നല്ല സ്വസ്ഥ ഉണ്ടായിരുന്നു, പിന്നെയും തുടങ്ങിയിത്ത എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ എന്ന് ഞാൻ ഓർത്തു. അപ്പോഴേക്കും ഉമ്മ വന്ന് പറഞ്ഞു, എടാ നീ എന്താ പറഞ്ഞത്? അവൾ എന്ത് വിചാരിക്കും? അവൾ വിചാരിക്കില്ലേ എന്നിവിടെ അങ്ങ് വഴക്കാണെന്ന്? നിൻ്റെ ഉപ്പാടെ സ്വഭാവം നിനക്കറിയില്ലേ? പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നെ ചൊറിയും, അപ്പം ഞാൻ തിരിച്ചൊന്ന് ചൊറിയും. എടീ, നീ നേഴ്സിങ്ങിന് പോകാതെ നന്നായി. കാര്യം കുറേ നാൾ പോയായിരുന്നെങ്കിൽ നീ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു നീ ഡോക്ടറാണെന്ന്. ഇപ്പം തന്നെ നിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടുതൽ നാൾ നീ ജോലി ചെയ്തായിരുന്നെങ്കിൽ എന്തൊരു അഹങ്കാരമായിരുന്നേനും. അവൾക്കെല്ലാം അറിയാവുന്ന ഭാവം. നിങ്ങളെ കെട്ടിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പണ്ട് നേഴ്സായിട്ട് പോയായിരുന്നെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടിയേനെ, ഇല്ലെങ്കിൽ UK പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു കോടീശ്വരിയായേനെ എന്ന് പറഞ്ഞു. നല്ല കാര്യം, UK കാർക്ക് പണി കിട്ടിയേനെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. പിന്നീട് അത് തർക്കമായി. എനിക്ക് മനസ്സിലായി
അതൊരു സ്നേഹപ്പിണക്കമാണ്, അല്ലാതെ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഉപ്പയ്ക്ക് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൃഷിയും മറ്റു വരുമാനമൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ഒരു 11 മണിയായപ്പോൾ ഉപ്പ അങ്ങ് പോയി, അനിയനും പോയി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മയും ഞാനും മാത്രമായി. ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ പോരടിക്കുമോ? അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇതൊക്കെയല്ലേ മോളെ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം. പിന്നെ വേറൊരു കാര്യമുണ്ടടി, നീ വന്നേ പിന്നെ പുള്ളിക്കാൻ അടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പം പിന്നെ ഇളകിയിട്ടുണ്ട്. ഇനിയിപ്പം പുള്ളിയുടെ പിത്തലാട്ടം നിനക്ക് കൂടുതൽ കാണാം കേട്ടോ. ഭയങ്കര ഇളക്കമാണ് ചില സമയത്ത്. ആ ഉമ്മ, പക്ഷെ വേറൊരു കാര്യമുണ്ടേ, ഇന്നലെ രാത്രി ഉമ്മ നാട്ടിയില്ലേ, അത് കേട്ട് പുള്ളി തെറിച്ച് സിറ്റൗട്ടിൽ പോയവരുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ അടി, എൻ്റെ അറ്റകൈ പ്രയോഗമാണ്. ഞാൻ നന്നായിട്ട് ആട്ടും. ആ സമയത്ത് പുള്ളി പെട്ടെന്നൊന്നു വിരണ്ടു പോകും. അപ്പോഴേക്കും എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും. ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. നീ പുതുപ്പെണ്ണല്ലേ, വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. എത്ര നാൾ ഒതുക്കാൻ പറ്റുമടി? ആർക്കും അങ്ങനെ നല്ലവരായിട്ടിരിക്കാൻ പറ്റില്ല. യഥാർത്ഥ സ്വഭാവം വെളിയിച്ചാടും മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അന്നാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ സംസാരിച്ച് ക്ലോസ് ആയത്. 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഉമ്മയുടെ മൂത്ത മരുമകളില്ലേ, അവരോടെന്താ ഉമ്മയ്ക്ക് എത്ര താല്പര്യമില്ലാത്തത്? സൗന്ദര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചു. അപ്പം ഉമ്മ പറഞ്ഞു, എടി സൗന്ദര്യമില്ല എന്നുള്ളത് ശരിയാ നോക്കുമ്പോൾ, എന്ന് വെച്ചിട്ട് സൗന്ദര്യമില്ലാത്തവരോട് എനിക്ക് പ്രശ്നമൊന്നുമില്ലടി. നിന്നോട് ഞാൻ എങ്ങനെ പറയുക? അത് ഞാൻ പറയുന്നില്ല. എന്താ ഉമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ പറഞ്ഞു, ഇല്ലടി ഞാൻ പറയുന്നില്ല. ഉമ്മ എന്നോട് പറ. ഇത്രയും പറഞ്ഞിട്ട് അത് പറയാതിരിക്കുമ്പോൾ എനിക്കെന്തോ രഹസ്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എടി അത് വലിയ രഹസ്യമാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള രഹസ്യമായതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാൻ മടിയുണ്ട്. എൻ്റെ ഭർത്താവും അത് ഇൻവോൾവ്ഡ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മ എന്നോട് പറ, ഞാനോടും പറയില്ലെന്ന്. ഉമ്മ എന്നോട് സത്യം ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് പറഞ്ഞത്. അതായത് അവരുടെ മൂത്ത മരുമകൾ, അവർ ഇത്തിരി ഇരുണ്ട നിറക്കാരിയാണല്ലോ, പക്ഷേ ചേട്ടൻ അവരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് കല്യാണം നടന്നത്. അവർ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയ്ക്ക് അവരുടെ നടപടിക്രമങ്ങളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആക്രാന്തവും ആസക്തിയും ഇത്തിരി കൂടുതലാണ്. പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനുമായിട്ട് മാത്രമല്ല അവർക്ക് താല്പര്യം, അല്ലാതെ മറ്റ് പുരുഷന്മാരെ കാണുമ്പോൾ അവർക്ക് പ്രത്യേക രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളും ചുണ്ടുകടിക്കലും നാവ് ചുഴച്ചിലുമൊക്കെയാണെന്നാണ് അമ്മായിമ്മ പറഞ്ഞ കഥ. പക്ഷേ ആദ്യമൊന്നും അമ്മായിമ്മയ്ക്ക് അത് മനസ്സിലായില്ല. പിന്നീട് വീട്ടിൽ വരുന്ന പല ആണുങ്ങളോടും കൂടുതൽ ക്ലോസ് ആയിട്ട് പെരുമാറുന്നു. ഭർത്താവിനേക്കാൾ കൂടുതൽ മറ്റ് സുന്ദരന്മാരായ ആണുങ്ങളുണ്ടെങ്കിൽ അവരെ നോക്കുന്നു. ഇങ്ങനെ പല ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ ഒരു ദിവസം അവരെ വാൺ ചെയ്തു, ഇങ്ങനെ പാടില്ല, ആണുങ്ങൾ വരുമ്പോഴേക്കും ഇങ്ങനെ അടുത്ത് വന്നതെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞു. അതൊന്നും ഇഷ്ടമായില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നിയന്ത്രണമൊന്നുമില്ല, ആരുടെ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ദോഷം കണ്ടെത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ചേട്ടത്തി. പക്ഷേ ഉമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ വീടിൻ്റെ രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വഴക്ക് അവർ തമ്മിലുണ്ടായി. രണ്ടുപേരും മറ്റാരോടും ഈ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുത രണ്ടുപേർക്കും ഉണ്ടായിരുന്നു പോലും. എങ്കിലും ഒരു 8 മാസം കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം ഭർത്താവ് ഉമ്മയെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് ഉമ്മയ്ക്ക് തോന്നി തുടങ്ങി. കാര്യം വളരെ ആക്റ്റീവായിട്ടും എല്ലാ ദിവസവും ഉമ്മയുടെ അടുത്ത് ചെല്ലുന്ന ഒരാളായിരുന്നു ഹസ്ബൻഡ്. ഇത്രയും പ്രായമായിട്ടും പുള്ളിക്ക് ഒന്നിനും ഒരു കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവേശക്കുറവോ ഒന്നുമില്ലാത്ത മനുഷ്യനാണ്. ഇടയ്ക്കിടയ്ക്ക് ഉമ്മ ബഹളം വെക്കാറുണ്ട്. കാര്യം അതിൽ കടക്കുമല്ലോ. എല്ലാ ദിവസം വാങ്ങുമ്പോൾ എങ്ങനെ മോളെ ആസ്വദിക്കാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഇവൾ വന്നു കഴിഞ്ഞ് 8 മാസമായി കഴിഞ്ഞപ്പോഴേക്കുമില്ലേ, പുള്ളിക്കാരൻ പിന്നീട് 2-3 ആഴ്ച കൂടിയിരിക്കുമ്പോൾ പോലും എൻ്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാതായി. പതുക്കെ എനിക്ക് സംശയമായി, ഇതെന്താണ് പെട്ടെന്ന് ഓഫായത്? ഒരു ദിവസം ഞാൻ പുള്ളിയോട് തുറന്നു വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഓ നിൻ്റെ അടുത്ത് വരുമ്പോൾ നിനക്ക് വലിയ ഡിമാൻഡില്ലേ, പ്രായമായതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് നിർത്താൻ തീരുമാനിച്ചു, അടങ്ങി ഒതുങ്ങി കഴിയാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കതത്ര നന്നായി തോന്നിയില്ല മോളെ. കാര്യം 90 വയസ്സായാലും എൻ്റെ ഭർത്താവിന് ഇൻട്രസ്റ്റ് കുറവെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല പുള്ളിക്ക് ആരോഗ്യ സൗന്ദര്യമൊക്കെ ഉണ്ട്. ഇതൊന്നും നിർത്തേണ്ട പ്രായമായില്ല. ഞാനിങ്ങനെ വല്ലപ്പോഴും അലയ്ക്കുന്നത് കൊണ്ട് പുള്ളി ഇത് നിർത്തിയെന്ന് പറഞ്ഞത് എന്തോ ഒരു കാര്യമുണ്ട്. പുള്ളിക്ക് മറ്റേതോ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമായി. ഫോണൊക്കെ ഞാൻ അരിച്ചു പിടിച്ചു നോക്കി, പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. ഒരു ദിവസം ഒരു 4 മണിയായപ്പോഴേക്കും ഞാൻ ഉറക്കമായിരുന്നു. ആ സമയത്ത് പുള്ളി ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോയതാണ് മോളെ. ഞാനാണെങ്കിൽ 4 മണിക്ക് ഉറക്കം എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് നടന്നു മോളെ. ആ സമയത്ത് അവിടെ ഒരു വശത്ത് നടന്ന കാര്യം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മരുമോളാണ്.
അവൾ എൻ്റെ ഭർത്താവിനോട് അങ്ങോട്ട് കൈയേറുകയാണ്. അവളുടെ കൈകൾ എവിടെയാണെന്ന് നോക്കി നഗ്നമായ ചില സത്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ കയ്യാളുകയാണ് അവൾ. അവൾക്ക് വല്ലാത്ത ആവേശമാണ്. അതിൻ്റെ പാതി ആവേശമേ എൻ്റെ ഹസ്ബൻഡിനുള്ളൂ. ഹസ്ബൻഡിന് ഇത്തിരി ഭീതിയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പതറുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ പോലും അങ്ങോട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് അവളുടെ പെരുമാറ്റം. പേടിക്കണ്ട ബാപ്പ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒരു രീതിയിൽ നമുക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് നൊടിയിടയിൽ അവിടെ കാണിക്കുന്നത്. അവളുടെ തലകുനിക്കൽ കണ്ട് ഞാനും ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ സ്വന്തം അമ്മായിപ്പനോട് കടന്നു കയറി ചെല്ലുമോ? അങ്ങർക്ക് താല്പര്യം കാണും. ഇത് കണ്ട് ഞാൻ ഉച്ചത്തിൽ അലറി വിളിച്ചു മോളെ. രണ്ടുപേരും ഞെട്ടി പിന്മാറി. എങ്കിലും ഭർത്താവിൻ്റെ തെളിവുകൾ എനിക്ക് കൈയോടെ പിടികൂടാൻ പറ്റി. പുള്ളി സ്തംഭിച്ചു പോയിരുന്നു. അവൾക്ക് യാതൊരു കൂസലുമില്ല. അവൾ കുലുക്കിക്കൊണ്ട് എൻ്റെ മുന്നിൽ കൂടെ തന്നെ ചുണ്ടുകൂട്ടി അങ്ങ് അടുക്കളയിലേക്ക് പോയി. ഞങ്ങൾ 3 പേരുമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അന്ന് ബഹളമുണ്ടാക്കി. 2 പേരെയും ക്വസ്റ്റ്യൻ ചെയ്തു. വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മരുമകൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് എനിക്ക് സൗന്ദര്യമില്ലെന്നാണ്. പക്ഷേ പെണ്ണാണെങ്കിൽ പല പ്രതീക്ഷകളും കാണും. നിങ്ങളുടെ മകന് കുറേ സൗന്ദര്യമുണ്ട്. പക്ഷേ എന്നിട്ടെന്താ കാര്യം? അയാളെ കൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല. ചുമ്മാ ഒരാണായിട്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്കും എൻ്റെ കാര്യങ്ങൾ നോക്കണം. നോക്കിയപ്പോൾ മകനേക്കാൾ എന്തുകൊണ്ടും കേമൻ ഉപ്പയാണ്. ഞാൻ ഒന്ന് കണ്ണു കാണിച്ചപ്പോഴേക്കും ഉപ്പ അവിടെ വീണു. എൻ്റെ മുറിയിലേക്ക് വന്നു. എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഉപ്പ കൂട്ടുനിന്നു. അങ്ങനെയുള്ള ഉപ്പയോട് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചതാണ്. നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ ഉപ്പ വരുമ്പോൾ, ഉപ്പ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കി മോളെ. എന്ത് ചെയ്യാനാണ്? പക്ഷേ എൻ്റെ ഭർത്താവ് എല്ലാം സമ്മതിക്കുന്ന രീതിയിൽ അവിടെ നിന്നതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുതിരക്കുട്ടി ഇവിടെ കുലനാശം ഉണ്ടാക്കുമെന്ന്. നിൻ്റെ ഭർത്താവിനോട് ഞാനിത് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയാണ്, പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല. കഴിവില്ലാത്ത അയാളെന്നെ ഉപേക്ഷിച്ചാൽ എനിക്ക് വേറെ നല്ല ആണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മകനോട് ഇത് പറയാൻ പറ്റുമോ? പറഞ്ഞില്ല. ഭർത്താവിനെ ഞാൻ മുറിക്കകത്തിട്ട് പൊരിച്ചു. എനിക്കവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസവും വഴക്കായി. ഈ ഒരു സംഭവം അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് കൊണ്ട് മകനാണ് അവളെ കൊണ്ട് ഗൾഫിലേക്ക് പോയത്. അങ്ങനെ അവിടെ സെറ്റിലായി. ഇങ്ങോട്ട് വന്നാലും എനിക്ക് അവളോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നീട് വല്ലപ്പോഴും മാത്രമേ വരവുള്ളൂ. പിന്നെ പണമൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ആ സംഭവം നടന്നിട്ട് കുറേ വർഷങ്ങളായി. എന്നാലും എനിക്കത് മറക്കാൻ പറ്റിയിട്ടില്ല മോളെ. ഇതാണ് സംഭവം. നീ ഇതാരോടും പറയരുത്. എനിക്കും നിനക്കും അവൾക്കും ഉപ്പയ്ക്കും മാത്രമേ ഇതിപ്പോൾ അറിയൂ. നിന്നോട് ഞാൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഉപ്പയുടെ കയ്യിൽ ചെന്ന് നീ പെടരുത്. ഇനിയിപ്പം ഞാൻ സത്യം പറയാം, അങ്ങേർക്ക് അമ്മ, പെങ്ങള്, മരുമോള് ഇങ്ങനെയുള്ള നോട്ടമൊന്നുമില്ല. പുള്ളിക്ക് തോന്നുന്ന നിമിഷത്തിൽ കാര്യങ്ങൾ നടക്കണം. അതുമാത്രമല്ല, ഏത് പെണ്ണിനെ പുള്ളിയെ അങ്ങ് ഇഷ്ടപ്പെടും മോളെ. ഞാൻ ചോദിച്ചു, അതെന്താ എല്ലാ പെണ്ണുങ്ങളും തയ്യാറാകുന്നത്? എല്ലാ പെണ്ണുങ്ങളുമല്ല, എങ്കിലും പുള്ളി ആഴ്ത്തി എന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വേണ്ടാന്ന് പറയില്ല. അതിന് മാത്രം ഫീച്ചേഴ്സ് ഉണ്ട് മോളെ എന്ന് പറഞ്ഞ് അടുത്ത് കിടന്ന ഒരു കത്തിയെടുത്ത് ഉമ്മ കാണിച്ചു. മോളെ, എത്ര നേരം വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ളൊരുത്തിനാണ് അങ്ങേര്. ഏതെങ്കിലും രീതിയിൽ ഒരു പെണ്ണെടുത്ത് അങ്ങേരെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നില്ലേ വിടില്ല. അങ്ങനെയാണ്. ഇപ്പം പിന്നെ ഞാൻ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. അതെന്താ ഉമ്മ അങ്ങനെ? എനിക്കറിയില്ലടി. പണ്ട് തൊട്ടേ പുള്ളിയുടെ ഒരു ശീലമാണ്. രാത്രി ആകുമ്പോഴേക്കും 5 അണ്ടിപ്പരിപ്പും 5 ബദാമും 5 പിസ്തയങ്ങ് കഴിക്കും. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കും രാവിലെ കഴിക്കാനും. നീ കണ്ടിട്ടില്ലേ രാവിലെ അത് വെറുമേറ്റി കഴിക്കുന്നത്? അങ്ങനെ കഴിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങ് കൂടുമത്രേ എന്നാണ് പറഞ്ഞത്. ഇങ്ങേർക്ക് കുടുംബ പാരമ്പര്യമായിട്ട് എൻ്റെ പൊന്നുമോളെ പർവ്വതമാണ്. അതിനെ കൂട്ടത്തിൽ ഇതോടെ കഴിച്ച് കഴിയുമ്പോഴില്ലേ പറയേണ്ട കാര്യമില്ല. എനിക്ക് പ്രായമായില്ലേ? അതുമാത്രമല്ല, അവളെപ്പോലുള്ള കുതിരക്കുട്ടികൾക്ക് ഓക്കെയാണ്. സാധാരണ പെണ്ണുങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? ഇല്ല. മണിക്കൂറുകളും. എന്താടി മോളെ? അതുകൊണ്ട് ഞാൻ നേരത്തെ വാണിംഗ് ചെയ്യുകയാണ്. ഉപ്പ വന്നും അടിവേറ്റ് വേദനയാണോ, വെള്ളം വേണോ, തണ്ണി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോള് അതിന് പോസിറ്റീവായിട്ടൊരു മറുപടി കൊടുക്കരുത്. നിൻ്റെ അടുത്ത് അങ്ങ് വരും. എനിക്കിപ്പം ഈ സമയത്ത് വഴക്കുണ്ടാക്കില്ല. കാര്യം പണ്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര അസുഖമുണ്ടായിരുന്നു. പിന്നെ അവളെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അവളുടെ കൂടെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പോൾ അടങ്ങിയൊതുങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഉപ്പയുടെ സ്വഭാവം എപ്പം മാറുമെന്നറിയില്ല. നീ ക്ലോസ് ആയിട്ട് ഇടപഴകി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്നെ പുറത്താക്കാനോ വഴക്കുണ്ടാക്കാനോ ഞാൻ വരില്ല.
പക്ഷേ ഒന്നിനും ഞാൻ ഉത്തരവാദിയാകില്ല. സൂക്ഷിച്ച് ഇടപെടുക. ഈ കാര്യം ഇനി എന്നോട് ചോദിക്കുകയും ചെയ്യരുത്. നീയായി നിന്റെ പാടായി എന്ന് ഉമ്മ പറഞ്ഞ് ഒഴിഞ്ഞു. എൻ്റെ ഉമ്മ കേട്ടിട്ട് ഞെട്ടൽ തോന്നുന്നു. എന്തായാലും ഉപ്പയുടെ രീതിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. എനിക്ക് ഉപ്പയുടെ യാതൊരു താല്പര്യമില്ല. എനിക്ക് ഡിക്കയോട് മാത്രമേ താല്പര്യമുള്ളെന്ന്. അപ്പോൾ ഉമ്മ എന്നോട് പറയും, ആ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ പറയും മോളെ. വലിയ കൊമ്പ് കാണുമ്പോഴേക്കും അതിന് മുകളിലൊന്ന് കയറാൻ ആർക്കാണെങ്കിലും താല്പര്യം തോന്നില്ലേ? ഒന്ന് പോവുമ്മ, എനിക്ക് അങ്ങനെയൊന്നുമില്ലെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, അവിചാരിതമായിട്ടൊന്നും നടക്കാതിരുന്നാൽ ഭാഗ്യം, അത്രേ പറയൂ. നീ സൂക്ഷിച്ചോ. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ എനിക്ക് വഴക്കിടാനൊന്നും വയ്യാന്ന് ഉമ്മ പറഞ്ഞു. പിന്നീട് ഉപ്പയെ കാണുമ്പോഴേക്കും സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുക. ഭാവഭേദമില്ലാതെ ഞാൻ മാറി നടന്നു. പുള്ളി എന്നോട് യാതൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചേട്ടത്തി അങ്ങോട്ട് കയറിയൊന്ന് മുട്ടിട്ടായിരിക്കും ഉപ്പ ആ ഒരു രീതിയിൽ പെരുമാറിയത്. അല്ലാതെ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് വേറെ കണക്ഷൻ കാണുമായിരിക്കും. ഉമ്മ പറഞ്ഞത് ശരിയാ, പക്ഷെ എന്നാലും കുറച്ച് ബോധമുള്ള ആളാണ് എന്ന് തോന്നി. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞില്ലേ മാഡം, 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ കുട്ടികളായില്ലേ എന്ന് ചുമ്മാ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോയി. ഒന്നും സംഭവിച്ചതുമില്ല. എന്തായിക്കാ ഒന്നും സംഭവിക്കാത്ത ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, സംഭവിക്കുമ്പോൾ സംഭവിച്ചോട്ടെ, എനിക്കിപ്പോൾ ബാധകളൊന്നും ഏറ്റെടുക്കാൻ വയ്യ എന്നാണ് പുള്ളി പറഞ്ഞത്. എൻ്റെ വീട്ടിലും ചോദ്യങ്ങളായി. ഹസ്ബൻഡാണെങ്കിൽ മട്ടിലുമാണ് മാഡം. കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് എന്താണെന്നറിയില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപ്പയൊന്ന് ശ്രദ്ധിക്കാൻ തോന്നി. അമ്മായച്ചനെ അകറ്റി നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ പിന്നീട് ഉപ്പയുടെ ചലനങ്ങളും ഫോൺ വിളിയും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പതുക്കെ എൻ്റെ ഹസ്ബൻഡിന് പകരം ഉപ്പയായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായനി എന്നൊക്കെ തോന്നി. അല്ല, ഉപ്പയുടെ വഴിക്ക് പോട്ട്, എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചെറുപ്പമല്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോലും പോയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞത് ഉപ്പയാണെങ്കിൽ ഓക്കെയാണ്. ഉപ്പയുടെ അടുത്ത് ഞാൻ ചേട്ടത്തെ പോലെ പോയി ഒന്ന് മുട്ടി നോക്കിയാലോ എന്നൊക്കെ എൻ്റെ മനസ്സങ്ങ് പറയുകയാണ്. എനിക്ക് പൊറുതിയില്ലാതെ ഞാനാണ് ഉപ്പയുടെ അടുത്ത് പോയിരുന്ന് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞതും. ഇങ്ങനെ കുട്ടികളുണ്ടാകത്തിൻ്റെ കാര്യം ആൾക്കാർ ചോദിക്കുകയാണെന്ന് ഉപ്പ പറഞ്ഞു. അതൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയടി, എപ്പോഴെങ്കിലും മതി, ഇതാണ് വലിയ കാര്യം, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഒന്ന് കരഞ്ഞെന്ന് വരുത്തി. ഉപ്പ എന്നെ ചേർത്തിരുത്തിയപ്പോഴേക്കും ഉപ്പയുടെ മാറിലേക്ക് ഞാനങ്ങ് ചാഞ്ഞു. സിഗ്നൽ കൊടുക്കുകയായിരുന്നു ഞാൻ. ഉപ്പ ആദ്യമൊന്നും അടുത്തില്ല. പിന്നീട് വ്യക്തമായ ചില ടച്ചിങ്ങുകൾ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, വേണ്ട, ശരിയാകില്ലെന്ന്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, എന്താ ശരിയാകാതിരിക്കാൻ? മൂത്ത മരുമകൾ, അവളെ മാത്രമാണോ ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ഉമ്മ ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഉപ്പ എന്തെങ്കിലും കാണിക്കട്ടെ, തല കുത്തി നിന്നാലും പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്. എന്നോട് സൂക്ഷിക്കാനും പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു? അത്രയും റിലാക്സ് ആയിട്ടുള്ള മൈൻഡായോ അവൾക്ക്? മോളെ, ഞാൻ ഒരു കാര്യം പറയാം. ഏത് പച്ചപ്പുൽമേട് കണ്ടാലും മേയാൻ നടക്കുന്നൊരു മാനാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞത് കറക്റ്റാണ്. നീ ഇനി സ്പാർക്ക് തന്നാൽ മോളെ കത്തിപ്പടരും, അത് പ്രശ്നമാകുമെന്നും ഞാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ല ഉപ്പ, എനിക്ക് സമ്മതമാണ്. ഉപ്പ മേഞ്ഞു നടക്കണം. എൻ്റെ മുന്തിരി വള്ളികൾ പൂക്കുമോ തളിർക്കുമോ എന്നും ഉപ്പയ്ക്ക് അറിയണ്ടെന്ന് ചോദിച്ചു. ഉപ്പ അപ്പോഴേക്കും വല്ലാത്ത മൂടായി. ചില സിഗ്നലുകൾ എനിക്ക് തന്നു. അടുത്ത ദിവസം തന്നെ ഫിക്സ് ചെയ്തു. ഉപ്പ പറഞ്ഞു 12 മണിയാകുമ്പോൾ വരാമെന്ന്. ഞാൻ കാത്തിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത്യാകർഷകം, അത്യുജ്വലം, എനിക്ക് മറക്കാനാവാത്ത ഒരു വിരുന്നുകാരനെയാണ് അന്ന് കിട്ടിയത്. ആ വിരുന്നുകാരനെ ഞാൻ സ്വന്തക്കാരനായി കരുതി കൂടെ കൂട്ടി മാഡം. മണിക്കൂറുകൾ നീളുന്ന മദ്ദളമേളത്താൽ ഉപ്പ എൻ്റെ മനസ്സ് നിറച്ചു. എനിക്ക് അന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് ചേട്ടത്തി സ്വന്തം ഭർത്താവിനെ വിട്ട് ഉപ്പയെ തന്നെ കൂടെ കൂട്ടിയെന്ന്. ഉപ്പയുടെ അണ്ടിപ്പരിപ്പും ബദാമും അത് നമുക്ക് മറക്കാനേ പറ്റില്ല. അത്രയ്ക്ക് ഫലവത്താണ്. എല്ലാ ആണുങ്ങൾക്കും അത് ഫലവത്താണോ എന്ന് എനിക്കറിയില്ല. ഉപ്പ പക്ഷേ ഒരു അസാധാരണ പുരുഷനാണ് മാഡം. അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ ആരും അറിയാതുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഇത് അറിഞ്ഞിട്ട് ഒരു 3 ആഴ്ചയായി മാഡം ഞാൻ ഗർഭിണിയാണ്. എല്ലാവർക്കും സന്തോഷമാണ്. അമ്മായിയമ്മയ്ക്ക് ഇതൊക്കെ അറിയാമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നും. ഇതെങ്ങനെ മറികടക്കും മാഡം എന്നാണ് ചോദ്യം. മറികടക്കാനൊക്കെ ഇത്തിരി പാടാണ് മോളെ. ഓരോ കാര്യങ്ങൾ ആവശ്യത്തിൽ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം അതിൻ്റെ ഫലം കായ്ച്ചു കഴിയുമ്പോൾ പറിക്കണോ കളയണോ
പുഴുത്തവിടെ നിന്ന് പോകണോ, മരം വെട്ടിയിടണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും ഉത്തരമില്ല. ഈ ഒരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് ഉപ്പയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ ഇനിയിപ്പോൾ കുറ്റബോധം നോക്കിയിട്ട് എന്ത് കാര്യമാണ്? ഇനി അത് നോക്കേണ്ട കാര്യമില്ല. ഇതേപോലുള്ള നൂറുകണക്കിന് കത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതിപ്പം പറഞ്ഞതുപോലെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, അതുകൊണ്ട് ആരുടെ കുട്ടിയാണെന്ന് അറിയില്ല. എങ്കിൽ കൂടിയും അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ അനുകൂലത്തെ പരിപാടി ഇതോടുകൂടി നിർത്തി നല്ലവളാകാൻ ശ്രമിക്കൂ. കുറ്റബോധമുണ്ട്, ഓക്കെ, ആ കുറ്റബോധം നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കട്ടെ. അല്ലാതെ ഇപ്പം വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുക. ഇനിയിപ്പോൾ വേഷം കിട്ടിക്കഴിഞ്ഞാൽ ആടിയേ പറ്റുകയുള്ളൂ. പക്ഷേ ആട്ടത്തിന് അവസാനം നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കുക. അത്രയെങ്കിലും ഇനി ചെയ്യും.